ഹായ്, എക്സലിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഒരു മാർക്ക് ലിസ്റ്റ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ ടോട്ടൽ മാർക്ക് കാണണം. ടോട്ടൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ടോട്ടൽ മാർക്ക് നമുക്ക് ഏത് സെല്ലിനകത്താണോ ടോട്ടൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആ സെല്ലിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ എക്സലിനകത്ത് ഏതൊരു കാൽക്കുലേഷൻ ചെയ്യുകയാണെങ്കിലും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് സമം കൊടുക്കുക. സ്റ്റാർട്ടിങ്ങിൽ സിക്കൽട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സംഖ്യകൾ തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്യരുത്, സെല്ലുകൾ തമ്മിൽ വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇപ്പോൾ ഇവിടെ 43 അല്ല എടുക്കേണ്ടത്. 43 എന്ന് പറഞ്ഞ സെല്ല് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെൽ അഡ്രസ്സ് അവിടെ വരും, G5 എന്ന് വരും. ഇപ്പോൾ ഈ 56 ആണെങ്കിൽ H എന്ന് പറഞ്ഞ കോളത്തിലെ 5ാമത്തെ വരി H5. ഇപ്പോൾ 45 വരുന്നത് I എന്ന് പറയുന്ന കോളത്തിലെ 5ാമത്തെ I5. അപ്പോൾ നമ്മളിവിടെ ഞാൻ ജസ്റ്റ് സെൽ എന്താണെന്നൊന്ന് പറയാം. ഇപ്പോൾ ഈ സെല്ല് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, റോയിങ് കോളം ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഭാഗത്തെയാണ് സെല്ല് എന്ന് പറഞ്ഞത്. ഈ സെല്ലൊരു പേരുണ്ട്, സെൽ അഡ്രസ്സ് എന്നാണ് പറയാം. ഇപ്പോൾ ഈ സെല്ല് എന്ന് പറഞ്ഞാൽ C എന്ന് പറയുന്ന കോളത്തിലെ 16ാമത്തെ വരെയാണ്, C16 എന്നാണ് പറയാം. ആദ്യം ലെറ്റർ പിന്നെ നമ്പർ, ആദ്യം കോളം പിന്നെ റോ, ആ രീതിയിലാണ് പറയാം. ഈ സെല്ല് നിൽക്കുന്നത് A എന്ന് പറയുന്ന കോളത്തിലെ 10ാമത്തെ വരെയാണ്, A10 എന്നാണ് പറയാം. 10A എന്ന് പറയില്ല. അതുപോലെ നമ്മളിവിടെ ഈക്വൽ ടു കൊടുത്തിട്ട് ഓരോ സെല്ലിലും ക്ലിക്ക് ചെയ്താൽ സെൽ അഡ്രസ്സ് അവിടെ വരും. പ്ലസ് ചിഹ്നം കൊടുക്കുക, അടുത്തത് H5 പ്ലസ് കൊടുക്കുക, അടുത്ത I5 പ്ലസ് കൊടുക്കുക. അങ്ങനെ ഓരോ സെല്ലിലും ക്ലിക്ക് ചെയ്യുക, പ്ലസ് ചിഹ്നം കൊടുക്കുക. ഇനി പ്ലസിൻ്റെ ആവശ്യമില്ല, ഇനി നമുക്ക് സബ്ജക്ട്സ് ഒന്നുമില്ല. ഇനി എൻ്റർ കീ പ്രസ് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇനി കാൽക്കുലേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് വരണം. ആദ്യത്തെ ടോട്ടൽ മാത്രമേ നമ്മൾ കണ്ടുള്ളൂ, ഇനി ഉള്ളതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരണം. അതിന് നമുക്ക് ആൻസർ കിട്ടിയ സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ 261 കാണിക്കുന്നുണ്ട്. ഇവിടെ ഫോർമുല ബാറിൽ 261 അല്ല കാണിക്കുന്നത്, G5 പ്ലസ് H5 പ്ലസ് എന്ന് പറഞ്ഞിട്ട് സെല്ലുകളിൽ തമ്മിൽ ആഡ് ചെയ്ത ഫോർമുലയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഞാൻ 43 ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോർമുല ബാറിൽ 43 എന്നാണ് കാണിക്കുന്നത്. 56 ക്ലിക്ക് ചെയ്യുമ്പോൾ 56 എന്നാണ് കാണിക്കുന്നത്. മലയാളത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മലയാളം എന്നാണ് അവിടെ എഴുതി കാണിക്കുന്നത്. അതേസമയം 261 എന്നല്ല കാണിക്കുന്നത്. ഇത് നമ്മൾ 261 നമ്മൾ ടൈപ്പ് ചെയ്തതല്ല, സെല്ലുകൾ തമ്മിൽ ആഡ് ചെയ്തപ്പോൾ കിട്ടിയ ആൻസറാണ്. അപ്പോൾ ഈ ചെയ്ത ഫോർമുല നമ്മൾ കോപ്പി ചെയ്യാൻ പോവുകയാണ്. ഈ ചെയ്ത ഫോർമുല താഴോട്ടും കോപ്പി ആവണമെന്നുണ്ടെങ്കിൽ ഈ പോയിന്റിൽ നമ്മൾ മൗസ് കൊണ്ടുവന്ന് വെക്കും. മൗസിൻ്റെ ചിഹ്നം ബ്ലാക്ക് കളറായിട്ട് വരും. ഒരു പ്ലസ് ചിഹ്നം ബ്ലാക്കിൽ വരുമ്പോൾ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ടോട്ടലുകൾ ഓട്ടോമാറ്റിക്കായിട്ട് വരും. നമ്മൾ എത്ര സ്റ്റുഡൻസ് ഉണ്ടെങ്കിലും അത്രയും ടോട്ടൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് എക്സലിലെ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് നോക്കാം. ഓക്കെ, താങ്ക് യു. Yeah.